നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? യുദ്ധം കഴിഞ്ഞു വരുന്നതായ സമയം, ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞു വരുന്നതാകുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതാ ഒരു സ്ഥലത്ത് ഇരിപ്പുറപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അല്പനേരം കഴിഞ്ഞിട്ട് പറയുകയാണ്, മാ തരിഫാതു മാ തരിഫാ. മുനാഫിക്കുകളുടെ നേതാവായ റിഫാ മദീനയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. അവൻ മരിച്ചുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുനാഫിക്കീങ്ങളുടെ നേതാവാണ്. ഇത് കേട്ടപ്പോ കൂട്ടത്തിലുള്ളതായ മുനാഫിക്കീങ്ങളായ ആളുകളുണ്ടല്ലോ, ഞങ്ങളും നബിയെ സഹായിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളോടൊപ്പം കൂടിയിട്ടുള്ള വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നതായ ചില ആളുകൾ, കപടതയുടെ മുഖമണിഞ്ഞിട്ടുള്ളതായ ആളുകൾ, റസൂലുള്ളയോടൊപ്പം സഹവസിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ, ആ യാത്ര കഴിഞ്ഞുകൊണ്ട് ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞുകൊണ്ട് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി, എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? റിഫാ മരിച്ചെന്നോ? വെറുതെ വിടാൻ, കാരണം അവരുടെ നേതാവാണ്. റിഫാ മരിച്ചെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാ. ഇനിയുണ്ട് മദീനയിലൊക്കെ കെട്ടാൻ മണിക്കൂറുകൾ. മൂപ്പരെങ്ങനെ അറിഞ്ഞ്? ഇന്നത്തെ പോലെ വാട്സാപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാമില്ല, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. നബി തങ്ങൾ അങ്ങ് പ്രവചിച്ചു, മാത റിഫാഅത്തു, മുനാഫിഖീങ്ങളുടെ നേതാവായി റിഫാ മരിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടത്തിൽ വന്നവന്മാരിലുണ്ടല്ലോ, ഏത് ടീമിന്റെ കൂടെയുണ്ട്? ഞങ്ങൾ ഉസ്താദിന്റെ കൂടെയാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് ഫിത്ന പറയുന്ന ടീംസ് ഉണ്ട്. ഏത് കൂട്ടത്തിലും ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഇന്നാമാക്കും എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് കൂടും. എന്നിട്ട് കൂടെ നിന്നിട്ട് നല്ല പണി നോക്കിയിട്ട് നല്ല ഇടിക്കും. അങ്ങനത്തെ ടീംസ് ഉണ്ടാവും. അങ്ങനെ നബിയോടൊപ്പം കൂടിയിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് പറഞ്ഞ്, മുഹമ്മദ് എന്താ ഈ പറയുന്നത്? മദീനത്ത് നടന്നതായ കാര്യം പറയുക, പുള്ളി വിടുന്നുണ്ട്. വെറുതെ അങ്ങ് വിടല്. റിഫാ മരിച്ചെന്ന്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് യാത്രയൊക്കെ ഇടയ്ക്ക് ഇരുന്ന സമയത്താണ് നബി തങ്ങൾ പറഞ്ഞു, പോലെ എന്നാ പോവാം, നമുക്ക് കുറച്ചു നേരം വിശ്രമമൊക്കെ കഴിഞ്ഞ്. എല്ലാ യാത്രയിലും അങ്ങനെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് തമ്പടിക്കും വിശ്രമിക്കാൻ വേണ്ടി. ആ ഇരുന്ന സമയത്താണ് ഇത് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞപ്പോ സുറ. അങ്ങനെ യാത്ര പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു. നോക്കൂ, ഇപ്പം നബിയുടെ ഒട്ടകം കാണുന്നില്ല. എല്ലാവരും ഒട്ടകപ്പുറത്ത് കയറി. നബി വരച്ചു, എവിടെയുടെ എൻ്റെ ഒട്ടകം എവിടെ? ഒട്ടകം എവിടെ? ഒട്ടകം കാണുന്നില്ല. അപ്പം ആളുകൾ പറഞ്ഞേ, തൊട്ട് മുന്നിലുള്ള ഒട്ടകം കാണാത്ത ആളാണ് മദീനത്തുള്ള ഒരുത്തൻ മരിച്ച കാര്യം പറയുന്നത്. ആര്? മറ്റോമാർക്ക് ഇളകി. മുനാഫിക്കീങ്ങൾ ഒന്നും കൂടി അവരെ ഇളകി. തൊട്ട് മുന്നിലുള്ള ഒട്ടകം കാണുന്നില്ല പോലും മുഹമ്മദിന്റെ. എന്നിട്ട് നമ്മളോട് പറയാ പോയാൽ നോക്കാനെന്ന്. എല്ലാവരും പരതിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇറങ്ങി തപ്പാൻ വേണ്ടി, ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരുടെ ഈ വാക്ക് കേട്ടപ്പോൾ പറഞ്ഞ്, എൻ്റെ ഒട്ടകമാണോ? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഒട്ടകം ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് അങ്ങ് പോയിക്കോ. ഇതാ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, അതിൻ്റെ ആ മരത്തിൻ്റെ വേരിൽ ഒട്ടകത്തിൻ്റെതായ കടിഞ്ഞാണ് കുടുങ്ങിയിട്ട് അവിടെ നിപ്പുണ്ട്. ഇന്നടുത്ത് ഇവിടെ അങ്ങോട്ട് നേരെ വിട്ടാൽ മതി, ഇന്ന സ്ഥലത്തുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് സംഭവം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസാരനല്ല, നിസാരനല്ല. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബൻ ഹുനാതിഖുൻ ബിഫമി. ആദരവായ പ്രവാചകരുടെ മദ്ഹ് പറയാൻ തുടങ്ങിയാൽ അതിനൊരു ഹദ്ദില്ല കേട്ടോ, അതിന് പരിധിയില്ല, പരിധിയില്ല. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ നബി പറഞ്ഞു, ഒട്ടകത്തെ നിങ്ങൾ വലിയ തപ്പൊന്നും വേണ്ട, അവിടെ പോയി അന്വേഷിച്ചാൽ മതി, അവിടെ കിടപ്പുണ്ട് സാധനം. അവിടെ ഇന്ന മരത്തിൻ്റെ അവിടെ അതിൻ്റെ കടിഞ്ഞാണ് കുടുങ്ങിയിട്ട് പോകാൻ പറ്റാതെ അവിടെ നിൽപ്പുണ്ട്, നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു. പോയി നോക്കിയപ്പോൾ യാ അല്ലാഹ്, നബി പറഞ്ഞതുപോലെ തന്നെ മദീനത്തെത്തിയപ്പോൾ നബി പറഞ്ഞതുപോലെ തന്നെ റിഫാ മരിച്ചിട്ടുണ്ട്. എപ്പോഴാണ് മരിച്ചത്? അന്വേഷണം നോക്കിയപ്പോൾ നബി ആ പറഞ്ഞ സമയമായിട്ട് കറക്റ്റ് കൃത്യം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ടതാകുന്ന
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അടങ്ങുന്നതായ ഈ സംഘം 4 പേരടങ്ങുന്ന സംഘം പരിശുദ്ധമാക്കപ്പെട്ട ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലുമായി നിൽക്കുമ്പോൾ ഫറജിഫ ബിഹിം അവരെ കൊള്ള ആ മലയൊന്ന് കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മദീനയിലെ 10 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന പ്രവിശാലമാക്കപ്പെട്ട ഉഹദ് മലയുടെ മുകളിൽ കയറി നിന്ന പ്രവാചകർ ആ മലയൊന്ന് വിറച്ചപ്പോ നബി തങ്ങൾ പറയുകയാണ്, ഉസ്ബുതു യാ ഉഹദ്, ഉഹദേ അടങ്ങി നിൽക്കണേ, അടങ്ങി നിൽക്കണേ. നിന്റെ മുകളിൽ നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്, റസൂലാണ്. ഫൈനലൈക സിദ്ദീഖുൻ, നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒരു സിദ്ദീഖാണ്, സിദ്ദീഖാണ്, സിദ്ദീഖാൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചൂണ്ടിക്കൊണ്ട് നബി തങ്ങൾ പറയുന്നു, വശഹീദാ, 2 ഷഹീദുകളുമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട ഉഹദ് മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പ്രവചിക്കുകയാണ്. വരാനുള്ള ലോകത്തേക്ക് നോക്കിക്കൊണ്ട് നബി തങ്ങൾ കാലക്കൂട്ടി പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷമല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കുത്തേറ്റുകൊണ്ട് അബൂലൂലത്ത് എന്ന മജൂസിയായ മനുഷ്യന്റെ വിഷമുള്ളതാകുന്ന കടാരയുടെ കുത്ത് അടിവയന് കിട്ടിയിട്ട് സുജൂദിൽ വീണുപോയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് വഫാത്താകുന്നത്. ഷഹീദെന്ന് പ്രഖ്യാപിച്ചത് വർഷങ്ങൾക്ക് മുമ്പാ. അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ച് നടക്കാതിരുന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നടന്നില്ലേ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുകയാണ്, മരിക്കുകയാണ്. നബി തങ്ങൾ ഒരിക്കൽ സ്വന്തം മരുമകനാകുന്ന ഉസ്മാനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഉസ്മാനെ നിന്നെ ശത്രുക്കൾ കൊല്ലുമേ, നീ മരിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലമ്മാ തഖറഉൽ ഖുർആൻ, ലമ്മാ തഖറഉ ഫസയക്ഫീകഹുമുല്ലാഹ്, ഫസയക്ഫീകഹുമുല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന വാക്യത്തുമ്പോ നിന്നെ ശത്രുക്കൾ വെട്ടിക്കൊല്ലുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് അങ്ങോട്ട് എത്തുമ്പോ എപ്പോഴും വലത്തോട്ടൊന്ന് നോക്കും, ഇടത്തോട്ടൊന്ന് നോക്കും. എവിടുന്നാണ് വെട്ടുവരുന്നത്, എപ്പോഴാണ് വെട്ടുവരുന്നത് പ്രതീക്ഷിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാ. കാരണം ഇന്ന് വരെ ഒരു കളവ് പറഞ്ഞിട്ടേ ഇല്ല, കളവ് ചിന്തിച്ചിട്ടേ ഇല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ. പുലരുന്ന പ്രവചനം നടത്തിയതാകുന്ന പ്രവാചകർക്ക് തെറ്റിയില്ല, തെറ്റിയില്ല. ഒരിക്കൽ പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി ഓതുകയാണ്, ഫസയക്ഫീകഹുമുല്ലാഹ്. പറന്ന് തീരണ്ട താമസം ശത്രുവിന്റെ വെട്ടേക്കുകയാണ്. ആ വെട്ടിനാല് അവിടുത്തെ ചുടുനണം പരിശുദ്ധമായ ഖുർആനിലേക്ക് തെറിക്കുകയാ. ഫസയക്ഫീകഹുമുല്ലാഹ് എന്നുള്ള ആയത്തിന്റെ തലത്തിലേക്ക് ആ ചുടുനണം വന്നുകൊണ്ട് പതിക്കുമ്പോ ഇന്നാ ലില്ലാഹ്, ഇന്നാ ലില്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഉഹദ് മല ചലിച്ചപ്പോ എന്റെ മുന്നിലിരിക്കുന്നത്, എന്റെ കൂടെയുള്ളത് സിദ്ദീഖും 2 ഷഹീദാണെന്ന് പറഞ്ഞപ്പോഴും ഇത്രത്തോളം കരുതിയില്ല. അല്ലാഹുവിന്റെ റസൂല് മുഖത്ത് നോക്കി പറഞ്ഞതാ, ബഹുമാനപ്പെട്ട ഉസ്മാനെ നീ മരിക്കും, ഉസ്മാനെ ഖുർആൻ ഓതുമ്പോഴായിരിക്കും മരണമുണ്ടാകുക. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തെത്തുമ്പോ ശത്രുക്കൾ നിന്നെ വെട്ടിക്കൊല്ലുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായി സമയബന്ധിതമായി നടക്കുകയാ. ഇതൊരു സാദാ സീദാ പ്രവാചകനല്ല, പ്രവാചകനല്ല. ഫൈന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ ഹുനാതിഖുൻ ബിഫമീ. തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മണിക്കൂറുകൾ എത്ര കഴിഞ്ഞാലും തീരൂല.
എത്ര ദിവസങ്ങൾ സംസാരിച്ചാലും എത്ര വർഷം സംസാരിച്ചാലും അതിനൊരു പരിധിയില്ല. അതാണ് പറഞ്ഞതിനർത്ഥം. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ. അതിനൊരു പരിധിയില്ലടോ. വർണ്ണിച്ചാ തീരൂല. എത്ര സംഭവങ്ങളാണ്, എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ആലോചിച്ചു നോക്ക്. ഈ പ്രവാചകരെ മദ്ഹ് ചെയ്തില്ലെങ്കിൽ, പ്രകീർത്തിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ നീ പ്രകീർത്തിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പൊ മൗലിദിന്റെ സദസ്സ് നടക്കുമല്ലോ. എത്ര പേര് ഇരിക്കുന്നുണ്ട്, എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്. തുടങ്ങുമ്പോൾ നമ്മൾ ചീരണി ഉണ്ടോ നോക്കുന്നു. ഫ്രണ്ടിലെ കൊലയുണ്ടെങ്കിൽ ആജിയാർ കാര്യമായിട്ടിരിക്കും. കൊല 3 എണ്ണം അടിച്ചുകൊണ്ട് പോകണം. അള്ളാഹു മുളക്കാക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ല, പൊറോട്ടയും ബീഫും വെച്ച് കൊടുക്കണം ആജിയാർക്ക് ഇരിക്കണമെങ്കിൽ. കൂലിയൊന്നും വെക്കുന്നില്ല. എടാ, നാട്ടിലുള്ള രാഷ്ട്രീയക്കാരെ, സാമുദായിക നേതാക്കളെ, നിന്റെ മക്കളെ, നിന്റെ കുടുംബങ്ങളെ, നിന്റെ ബന്ധുക്കളെ, നിന്റെ സമൂഹത്തെ, എല്ലാവർക്കും കിട്ടിയ നേട്ടങ്ങൾ മുഴുവനും പുകഴ്ത്തി പറയാൻ 100 നാവുള്ള നിനക്ക് ഈ നേട്ടങ്ങൾ മുഴുവനും കൈവരിച്ച് രാവും പകലും നിനക്ക് വേണ്ടി ജീവിച്ച് അവസാന സക്കറാത്തിന്റെ ഹാലിൽ കഴിയുമ്പോ ഈ സമുദായത്തിന്റെ മുഴുവനും പരിപൂർണമാക്കപ്പെട്ടതായ വേദന മുഴുവനും എനിക്ക് തരൂ, ഞാനത് വാങ്ങിയെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ പരിപൂർണമായ തലം വിശദീകരിച്ച് നൽകിയ പരിശുദ്ധ പ്രവാചകരെ വർണ്ണിക്കാൻ നിനക്ക് സമയമില്ലെങ്കിൽ നീ എന്ത് മുഅ്മിനാ, എന്ത് വിശ്വാസിയാണ്? ലോകത്തുള്ള എല്ലാരും നീ വർണ്ണിക്കും. രാഷ്ട്രീയക്കാർ, നിനക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ മുഴുവനും അവർക്കില്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടുവരെ നീ വർണ്ണിക്കും. അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ മുഴുവനും മറച്ചു വെച്ച് അവരെ പുകഴ്ത്തി പുകഴ്ത്തി ലോകത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരാക്കി മാറ്റും. അല്ലേ? സ്വന്തം മക്കൾക്ക് ഒരു SSLC-യിൽ A ഗ്രേഡ് കിട്ടി. വാപ്പ തന്നെ നാട്ടിൽ ഫ്ലക്സ് അടിക്കുന്ന ആളെടുത്ത് രഹസ്യമായി കടയിൽ പോയിട്ട് ഫ്ലക്സ് ഡിസൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ജെമിനിയോട് പറഞ്ഞിട്ടെങ്കിലും ഫോട്ടോ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്ത്, രാത്രിയിൽ ChatGPT-യോട് പറഞ്ഞിട്ടെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് പതുക്കത് മെയിലിൽ അയച്ച് അത് ഫ്ലക്സ് അടിച്ചിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ചടയമംഗലത്ത് ടൗണിൽ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെ എല്ലാം വെക്കാണ്, കവലയിലും ഒക്കെ. സ്വന്തം മോള്, സ്വന്തം മകൻ 10ാം ക്ലാസ് ജയിച്ചതിൻ്റെ ഫ്ലക്സ് ബോർഡ് വെച്ച് എല്ലാവരോടും ഗിർവാണം മുഴക്കി നടക്കും, അഭിമാനിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അത്യുത്തമമാകുന്ന പ്രവാചകരെ ഒരു വാക്കുകൊണ്ടൊന്ന് പുകഴ്ത്താൻ നിനക്ക് സമയമില്ല. അതിന് നിനക്ക് തെളിവ് വേണം. അല്ലേ? നിനക്ക് നാണമില്ലേടാ? നിനക്ക് നിന്റെ സ്വന്തം മകനെ വർണ്ണിക്കാൻ നിനക്ക് എന്ത് തെളിവ്? രാഷ്ട്രീയക്കാരെ വർണ്ണിക്കാൻ നിനക്ക് എവിടുന്ന് തെളിവ്? ഏതായത്ത്, ഏത് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പുകഴ്ത്താൻ, നബി തങ്ങളെ ഒന്ന് വാഴ്ത്താൻ നിന്നെ നാവ് പൊന്തില്ലെങ്കിൽ നീ എന്ത് മുസ്ലിമാ, എന്ത് മുഅ്മിനാണ്? ലോകത്തെ എല്ലാ മഹത്തുക്കളും അവർക്ക് വേണ്ടി നിലകൊണ്ടവരാണ്. ഞാനതാ പറഞ്ഞത്, ലോകം മുഴുവനും നിയോഗിക്കപ്പെട്ട ഒരേ ഒരു പ്രവാചകൻ, ആ നബിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാത്ത ഒരൊറ്റ നബിമാരും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയം പുതുക്കി പണിയാൻ പറഞ്ഞു. ആരോട്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആദ്യം പണിതത് ഇബ്രാഹിം നബി അല്ല, പിന്നെ ആരാ? മലക്കുകളാണ് കഅബാലയത്തിന് ആദ്യം ഫൗണ്ടേഷൻ ഇട്ടത്. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മലാക ആദം ശീസ് ഇബ്രാഹിമുമാ അമാലികും ജുറുഹും ഖുസയ്യ ഖുറൈശുമാ അബ്ദുല്ല ഹജ്ജാജും മുറാദു സമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. ബഹുമാനപ്പെട്ടതാകുന്ന ആദം നബി അലൈഹിസ്സലാം മനുഷ്യരിൽ നിന്ന് ആദ്യമായി അതിനെ പണിതു. അതിനു മുമ്പാരാ? മലക്കുകൾ ഫൗണ്ടേഷൻ ഇട്ടു. ശേഷം ശീസ് നബി അലൈഹിസ്സലാം പണിതു. ഇവിടെ ശ്രദ്ധിക്കണേ, ശീസ് നബി അലൈഹിസ്സലാമിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകം മുഴുവനും ജലപ്രളയമുണ്ടായി. ലോകം മുഴുവനും നശിപ്പിക്കാൻ 950 വർഷം നിരന്തരമായി രാവും പകലും പ്രബോധനം ചെയ്തിട്ട് വളരെ അങ്കുലീപരിമിതമായ ആളുകളാണ് വിശ്വസിച്ചത്. അക്കാരണത്താൽ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ആര് ദുആ ചെയ്തു? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദറുഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. സൂറത്തു നൂഹിന്റെ അവസാനം എടുത്തു നോക്ക്, ശക്തമായ ദുആ. ആ ദുആയിന് തൽഫലമായി അല്ലാഹു ലോകം മുഴുവനും ശക്തമായ പ്രളയം കൊടുത്തു.
ആ പ്രളയത്താൽ കഅബാലയവും നാമാവശേഷമായി. കഅബാലയം തകർന്ന് തരിപ്പണമായി. അങ്ങനെ ആ കഅബാലയത്തെ പിന്നീട് പുനരുദ്ധാരണം നടത്തി മനോഹരമായി പണിയാൻ അള്ളാഹു ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? സയ്യിദുനാ ഇബ്രാഹിം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്മായിലുമായി കഅബാലയം വൃത്തിയായി പണിതു. അല്ല പറഞ്ഞിട്ട് ചെയ്ത ഒരു പണിയാണ്. എന്നിട്ട് ആ കാബയുടെ പരിസരത്ത് നിന്ന് ദുആ ചെയ്യാൻ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ ദുആ എന്നത്? എന്താണ് ദുആ ചെയ്തത്? ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പണിതനാകുന്ന പരിശുദ്ധമായ കഅബാലയത്തിന്റെ പണിയെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരൊക്കെയാ ദുആ ഇറക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. കൂട്ടുപ്രാർത്ഥന പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഏറ്റവും വലിയ തെളിവാ പാപ്പായി മോനും നിന്നിട്ടാണ് ദുആ ഇരുന്നത്, ഒറ്റയ്ക്കല്ല. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ, ഞങ്ങളുടെ നേതാവേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. നമ്മൾ നിസ്കാരത്തിന് ശേഷം ദുആ ഇറക്കൂലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇത് ആരുടെ ദുആ ആണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആ. ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോകരുത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ചെറിയ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നെങ്കിലും പറയണമെന്ന് പറയുന്ന കാര്യം അതാ. കാരണം കഅബാലയം പണിത് അള്ളാഹുവിനുള്ള ഗേഹം പണിതിട്ട് ആര് ദുആ ചെയ്തു? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ഇറക്കാണ്. മകൻ ആമീൻ പഠിക്കാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. എന്നിട്ട് പിന്നെ ഇതാ കഴിഞ്ഞില്ല, ഖുർആനാണ്. ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് തുറന്നൊന്ന് നോക്കിയാൽ ഇതൊക്കെ നല്ല റാഹത്തായിട്ട് കാണാൻ പറ്റും. അടച്ചു വെച്ചാൽ ഒന്നും അറിയൂല. അടുത്ത ആയത്ത്, ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, എന്നെയും എൻ്റെ മകനാകുന്ന ഇസ്മായിലിനെയും യഥാർത്ഥ മുസ്ലിമാക്കി തരണേ അല്ലാ. വമിൻ ദുരിയത്തിനാ ഉമ്മത്തം മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്താന പരമ്പരകളെ യഥാർത്ഥമായ ഈമാനിന്റെ കണികയുള്ളതായ സമുദായമാക്കി നീ മാറ്റിത്തരണേ അല്ലാ. വഅരിനാ മനാസികനാ, പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ അറിയിച്ചു നൽകണേ അല്ലാ. വതുബ് അലൈനാ, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നക തവ്വാബു അർറഹീം. പാപമോചനം ഏറ്റെടുക്കുന്നവൻ, തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ നീ. ഇത് പറഞ്ഞിട്ട് വീണ്ടും ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. കഅബ പണിതിട്ട് ആ കഅബയുടെ പരിസരത്ത് വെച്ച് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ സമുദായത്തിൽ നിന്ന് തന്നെ ഇവരിലേക്ക് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാ, നിയോഗിക്കണേ അല്ലാ. അല്ലാഹു കൊണ്ടുവന്നു, മറ്റാരെയുമല്ല, ആ സമുദായത്തിൽ നിന്നൊരു നേതൃത്വത്തെ കൊണ്ടുവന്നു. ലോകത്തെ മുഴുവനും നയിക്കാശേഷിയുള്ളതായ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ദഅവത്തിന്റെ മേഖലയിൽ നിലകൊള്ളുമ്പോ റസൂലുള്ള പറയുകയാണ്, സ്വഹാബ അന ബിദഅവതി ഇബ്രാഹീം, എന്റെ വല്ലിപ്പയാകുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് ഞാൻ കടന്നു വരാനുള്ള സാഹചര്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഅബാലയത്തിന്റെ പരിസരത്ത് കഅബ പുനർനിർമ്മിച്ചിട്ട് എന്തൊക്കെ ചോദിക്കാം?
പക്ഷെ ചോദിച്ചത് അള്ളാഹു ഇവരിൽ നിന്ന് ഇവരിലേക്കൊരു പ്രവാചകനെ നിയോഗിക്കണേ എന്നാണ്. അദ്ദേഹം പ്രവാചകനാണ്, അതൊന്നും നോക്കുന്നില്ല. ഇവരിൽ നിന്ന് ഇവരിലേക്കൊരു റസൂലിനെ നീ അയക്കണേ എന്ന് ചോദിച്ചു. ആരാണത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്സാരക്കാരനല്ല. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, ഒരു പ്രസ്ഥാനാണ്, ഒരു സമുദായമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച. ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാകുന്ന നമുക്ക് രണ്ട് വലിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ ഒരു ആഘോഷം ബലിപെരുന്നാളാണ് എങ്കിൽ അതിന്റെ കാരണക്കാരനും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും എത്തി നിൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കാണ് എങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പൂർത്തീകരിച്ചിട്ട് പടച്ചറബിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ മർമ്മപ്രധാനമായത് ഈ സമുദായത്തിൽ നിന്ന് ഇവരെ ശാന്തമാക്കുവാൻ, ഇവരെ നന്നാക്കിയെടുക്കാൻ ഖുർആനുമായിട്ടൊരു മനുഷ്യനെ, ഒരു പ്രവാചകനെ നിയോഗിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി ദുആയിരുന്നതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്സാരക്കാരനല്ല, മനസ്സിലായിക്കോ. ആ നബിയുടെ മദ്ഹിന്റെ സദസ്സുകളിൽ കയറിയിരിക്കണം 10 മിനിറ്റ്. ഇശാ മഗ്‌രിബിനിടയിലൊക്കെ പള്ളിയിലൊക്കെ ഓതുമ്പോൾ അതിൽ അരമണിക്കൂർ സമയമുള്ള ആ അരമണിക്കൂർ നമ്മൾ ഇരുന്ന് അതിൽ ഭാഗവാക്കാകണം. അതൊക്കെ നിസ്സാരമല്ല, ചെറിയ കാര്യമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയ്ക്ക് ചെറിയ ചീരടിയൊക്കെ കൊടുക്കുക, എന്തെങ്കിലും ചെറിയൊരു നിലയ്ക്ക് ഈത്തപ്പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലയ്ക്ക് ഭാഗവാക്കാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അതൊക്കെ വലിയ പുണ്യമാണ്. കാരണം നബിയോടുള്ള മഹബ്ബത്താണത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വകതിരിവെത്തുമ്പോൾ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്ത് എന്ന് വിശദീകരിച്ചു ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, മാതാപിതാക്കൾക്ക് ഒരു വകതിരിവെത്തുന്ന ഒരു കുട്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന ഒരു പാകത്തിലേക്ക് മക്കളെത്തിയാൽ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചല്ല, സിനിമാ നടന്മാരെ കുറിച്ചല്ല, സിനിമാ നടിമാരെ കുറിച്ചല്ല, രാഷ്ട്രീയ പ്രമുഖരെ കുറിച്ചല്ല, സാമുദായിക നേതാക്കളെ കുറിച്ചല്ല. പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുക. നമുക്കൊരു നബിയുണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്. കുട്ടികൾക്ക് വകതിരിവെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ തലേ കയറുന്ന ഒരു പ്രായമെത്തുമ്പോൾ, ഒരു 4-5 വയസ്സെത്തുമ്പോഴേ കുട്ടികളുടെ ഹൃദയത്തിൽ ആദ്യം കൊടുക്കേണ്ടത് അതാണ്, മുഹമ്മദ് നബിയെ കുറിച്ചാണ്. ആ നബി മക്കയിൽ ജനിച്ചു, ഉലിദ ബി മക്കത്ത, മദീനയിൽ വഫാത്തായി, അവരെ ഖബർ മദീനയിലാണ്. ഇതൊക്കെയാണ് ആദ്യം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമ്മളെന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇതൊന്നും അറിയാതെ നമ്മളെന്തിനാ ജീവിക്കുന്നത്? പിന്നെന്തിനാ മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കുന്നത്? നീ കണ്ടതും കേട്ടതും വായിക്കാതെ ഉലമാക്കൾ പറയുന്നത് മനസ്സിലാക്കി ഖുർആനും ഹദീസും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അറബി ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിൻ്റെതാകുന്ന മസലകളെ മനസ്സിലാക്കി ഈ സമുദായം അറിയിൻ. നബിതങ്ങളെ കുറിച്ച് മനസ്സിലാക്ക്. നബിതങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട 3 കാര്യങ്ങൾ. അല്ലിമു ഔലാദക്കും സലാസത ഖിസാൽ, 3 കാര്യം മക്കളെ പഠിപ്പിക്കണം. നബി പറയാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം കേട്ടോ. ഈ സദസ്സിലുള്ള രക്ഷകർത്താക്കൾ ചിന്തിക്കണം. അല്ലിമു ഔലാദക്കും സലാസത ഖിസാൽ. ഇന്നിപ്പോ രക്ഷകർത്താക്കൾ പല കോലത്തിലാണ്. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഒരു പോലീസുകാരൻ ഒരു കുട്ടിയെ ഇങ്ങനെ ചടയമംഗലത്തല്ലായിരുന്നു അല്ലേ? എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് അല്ലേ? ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴത്തെ ഒരു പോലീസുകാർ ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നു. നിങ്ങളാരും കണ്ടില്ല ഉസ്താദെ. ഇപ്പം നേരെ തിയേറ്ററിൽ നിന്ന് നേരെ വരുന്ന വഴിയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് കണ്ടില്ലേ? ലോകം മുഴുവൻ കണ്ട്. ചടയമംഗലത്താണ് ഞാനത് വായിച്ചത്. പേനോർത്ത് പടച്ചവന് നാളെ അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. ആയൂരാ, അത് തന്നെ ചടയമംഗലം എന്ന ന്യൂസിലൊക്കെ വന്നത്. പോലീസ് സ്റ്റേഷനിലാ, അത് തന്നെ ആയിക്കോട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം നിങ്ങൾ കണ്ട്, മാഷാ അല്ലാഹ്, കണ്ടില്ലായിരുന്നു? അപ്പം രക്ഷകർത്താക്കൾ ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണർന്നു കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഉണ്ട് എല്ലാവരും ഒന്ന് ചാടി എന്ന് എഴുന്നേറ്റ്. ന്യൂസൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു സിഹത്ത് പ്രദാനം ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ, രക്ഷകർത്താക്കളുടെ അവസ്ഥയെന്ന് ആലോചിച്ച്. രക്ഷകർത്താക്കൾ എന്ന് പറഞ്ഞാൽ മക്കളെ രക്ഷപ്പെടുത്തുന്നവരാണ്. അതാണ് രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ പോസ്റ്റലാണ്. അല്ലാതെ എന്തോ കർത്താവിൻ്റെ പോസ്റ്റ് കിട്ടി നാളെ മുതൽ എവിടെയെങ്കിലും പോയി ഇരിക്കാം, അതല്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്ത് കർത്താവാ? മക്കളെ രക്ഷപ്പെടുത്തുന്നതായ ആളാണ്. എന്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തേണ്ടത്? നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണം. എന്തിനെ തൊട്ട്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കണം. അതാണ് രക്ഷകർത്താവ്.
അതിലെന്തെല്ലാം വേണം, ദുനിയാവിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും അതിൽ നിന്നൊക്കെ ഒഴിവാക്കണം. കള്ളുകൂടി ഒഴിവാക്കണം, വ്യഭിചാരം ഒഴിവാക്കണം, അശ്ലീലത ഒഴിവാക്കണം, കണ്ണും കാതും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പടച്ചറബിലേക്ക് തിരിക്കുന്നതായി മാറണം. അതിന് നബിതങ്ങൾ പഠിപ്പിച്ചു 3 കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണം. നബി പറയാൻ അല്ലിമു ഔലാദക്കും സലാസത ഖിസാൽ, 3 കാര്യം മക്കളെ പഠിപ്പിക്കണം. 1 ഹുബ്ബ നബിയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പരിശുദ്ധ പ്രവാചകരോടുള്ള സ്നേഹം മക്കളെ പഠിപ്പിക്കണം. നബി ആരാന്നുള്ളത് ഈ ഉമ്മക്കത്തിന് പഠിപ്പിച്ചു കൊടുക്കും. നബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ഇനിയിപ്പോൾ വെക്കേഷൻ വരുമല്ലേ, ഇപ്പോൾ സ്കൂളിൽ പരീക്ഷയല്ലേ പോലെ അല്ലേ? അള്ളാഹു പരീക്ഷയൊക്കെ വിജയിപ്പിക്കട്ടെ. ഓണപ്പരീക്ഷയുടെ സമയമാണ്, മക്കളൊക്കെ വലിയ ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ പരിപാടി വെച്ച് വിജയിക്കുന്നൊക്കെ ഉള്ളത് ആശങ്കയാണ് സംഘാടകർക്ക്. അതുകൊണ്ട് നമ്മൾ അധികം നീട്ടണ്ട, പെട്ടെന്ന് നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ഉന്നത വിജയം കൊടുക്കുമാറാവട്ടെ. പരീക്ഷയിൽ അള്ളാഹു ഉന്നത വിജയം കൊടുക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ പരീക്ഷയും പരീക്ഷണയിൽ വരാൻ പോവാണ് നാളെ മഹ്ശറയിൽ. അതിലൊക്കെ രക്ഷാകവചമായിട്ട് മക്കൾക്ക് റസൂലുള്ളാഹിയെക്കുറിച്ച് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം. വെക്കേഷൻ വരുമ്പോൾ നല്ല പുസ്തകം, നബിയെക്കുറിച്ചുള്ള ചരിത്ര പുസ്തകം, 10 ദിവസം ലീവുണ്ട്, മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. റബീഉൽ അവ്വലിൻ്റെ മാസത്തിൽ നബിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം മക്കളുടെ കൈവശം വാപ്പൊന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഉണ്ടല്ലോ, എത്രയോ പുസ്തകങ്ങളുണ്ട്, എത്രയോ ചരിത്രങ്ങളുണ്ട്. നമ്മളിതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നമ്മൾ മെനക്കെടും. എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ പാഠ്യപദ്ധതികളും അതുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളും വിഷയങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് നബിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പുസ്തകം വാപ്പയാകുന്ന നീ കൊടുത്തില്ലെങ്കിൽ നീ കൊടുത്ത സമ്പാദ്യമൊക്കെ വെറുതെയാണ്, നീ ചെലവഴിച്ചതൊക്കെ വെറുതെയാണ്. രണ്ടാമത്തത് വഹുബ്ബ അഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹിന്റെ കുടുംബത്തോടുള്ള സ്നേഹം മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കണം. നബി തങ്ങൾ പറയാൻ നബിയോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. 1 നബിയുടെ കുടുംബം അഹ്ലു ബൈത്ത് സയ്യിദന്മാരോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. 3 തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ നല്ല വൃത്തിയായി ഓതാനുള്ള കഴിവ് മക്കൾ പഠിപ്പിച്ചു കൊടുക്കണം. നല്ലതുപോലെ ഓതുക, എവിടെ തൊട്ട് ഏത് സ്ഥലത്തെടുത്താലും അവൻ നല്ല വൃത്തിക്ക് ഓതണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഓതാൻ പറ്റണം. അപ്പോൾ മക്കളെ കൊണ്ട് ഖുർആൻ നല്ല വൃത്തിക്ക് ഓദിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. മദ്രസയിൽ അവൻ്റെ ഓത്ത് ശരിയല്ലേ, എന്നാൽ ഒരാളെ ട്യൂഷൻ കൊടുത്തിട്ട് വൃത്തിയായിട്ട് ഓദിക്കുക. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഉസ്താദിനെ ആരെങ്കിലും ട്യൂഷൻ കറക്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും അസറിൻ്റെ സമയത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇരുത്തി വൃത്തിയായിട്ട് ഓദിക്കുക. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. ഇന്ന് മദ്രസയൊന്നും വലിയ ട്യൂഷനൊന്നും ഇല്ല. അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യം നടക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ആകാൻ പാടില്ല. അൽഹംദുലില്ലാ നമ്മുടെ ഉസ്താദുമാർ, പ്രായമുള്ള ഒരുപാട് ആലിമീങ്ങളൊക്കെ നമുക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സിഹത്ത് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദൊക്കെ ഇങ്ങോട്ട് പോരെ, അവിടെ വെളിയിക്കരുത്, അവിടെ പുറയിലിരിക്കുന്ന എല്ലാവരും അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അല്ലാഹു സിഹത്ത് പ്രദാനം ചെയ്യട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ഹിമ്മത്ത് അല്ലാഹു നസീബാക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കാം. മാതാപിതാക്കൾക്ക് ഏറ്റവും നിർബന്ധമായ ഘടകം അതാണ്. മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ചിന്തിക്ക്. നബിയുടെ കുടുംബത്തോടുള്ള മഹബത്ത് കൊടുത്തിട്ടുണ്ടോ ചിന്തിക്ക്. ഖുർആനുമായിട്ടുള്ള ബന്ധം മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് 3 കൊടുത്തിട്ട് മക്കൾ വഴിപിടക്കില്ല, മക്കള് കള്ളുകുടിക്കില്ല, വ്യഭിചരിക്കില്ല, സിനിമാ ലോകത്തേക്ക് പോകില്ല, സീരിയൽ ലോകത്തേക്ക് പോകില്ല. ഇപ്പം അടുത്ത ബിഗ് ബോസ് സീസണിലേക്ക് വേണ്ടി ഇപ്പോൾ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹ്, അതിനിപ്പോൾ വലിയ മത്സരിക്കാൻ പോവാണ് എല്ലാവർക്കും. ഇതിനകത്തൊന്നും അറിയപ്പെട്ടാൽ മതി. അറിയപ്പെട്ടവന്മാർ കിടന്ന് അലർച്ചയാണ് എങ്ങനെയെങ്കിലും ജയിക്കാൻ. നിയമസഭയെ കയറാൻ വേണ്ടി കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി അവസാനം തോറ്റു തുന്നം പാടി. അള്ളാഹു മുളക്കാക്കട്ടെ. ബാക്കിയുള്ളവരെങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ വേണ്ടി ഇങ്ങനെ കടന്ന് നിൽക്കാൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ കൗമി എത്തുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് മക്കൾക്കൊക്കെ താല്പര്യം. പുതിയ തലമുറയ്ക്കൊക്കെ അതിലൊന്ന് കയറിയാൽ മതി. അതിൽ നടക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഒന്ന് ഭാഗവാക്കായാൽ മതി. ദീനുമായി ബന്ധപ്പെട്ട ഒന്നിലും ഭാഗവാക്കാകണ്ട. ഒരു 10 മിനിറ്റ് ഇരുന്ന് റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യാൻ നമ്മുടെ മക്കൾ തയ്യാറല്ല. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.
കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹു ശമായിലിൽ രേഖപ്പെടുത്തിയതായ വസ്തുതകളെ മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നവരുണ്ടോ? എന്താണ് മൗലിദ്? ചില ആളുകൾ അത് കേൾക്കുമ്പോൾ വല്ലാതെ വെറുത്തു പോവുകയാണ്. അതിനെ അറിയാത്തത് കൊണ്ടാണ് റസൂലുള്ളാഹി ജനിച്ച സമയത്തുണ്ടായ എല്ലാ സംഭവ വികാസങ്ങളും അത്ഭുത സംഭവങ്ങളും ഗദ്യമായും പദ്യമായും ഒരുമിച്ച് കൂട്ടിയുള്ള സമ്മിശ്രമായ ഗ്രന്ഥങ്ങളാണ് മൗലിദ് എന്നറിയപ്പെടുന്നത്. ആ മനോഹരമായ പ്രകീർത്തനത്തിൻ്റെതായ സദസ്സുകൾ നിങ്ങളുടെ വീടുകളിൽ അലയോലി കൊള്ളണേ. അത് വീട്ടിലുള്ളവർക്ക് കാവലാണ്, കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് കാവലാണ്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട് കാവലാണ്. നിങ്ങളെ നശിക്കാൻ കാണുന്നതായ കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. നിങ്ങളൊന്നുമല്ലാതെ തീരാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആളുകളുണ്ട്. അത്തരക്കാരുടെ എല്ലാ നീചവൃത്യങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും പരിപൂർണമായ സംരക്ഷണമാണ്, സംരക്ഷണമാണ്. നിനക്ക് കാവല് വേണോ? നിനക്ക് സംരക്ഷണം വേണോ? റസൂലുള്ളാഹിന്റെ മദ്ഹ് നീ ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാദാസീത മനുഷ്യനല്ല. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ശരീരത്തിൽ പക്ഷാഘാതം നേരിട്ടപ്പോ തളർവാദം പിടിച്ച സമയത്ത് മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്കുകയാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ ചൊല്ലാം, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ ചൊല്ലാം. അങ്ങനെ നിയ്യത്തങ്ങോട് വെച്ചുകൊണ്ട് മാനവർ എഴുതി തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, വമുൻദു അൽസംതു കരീമദാഇഹു വജതുഹു ലിഖലാസി ഗൈറ മുൽതസിമി. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മദ്ഹ് ചൊല്ലാൻ ഞാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്റെ രോഗത്തിന് ശമനം വരുകയാണ്, എന്റെ രോഗത്തിന് അറുതി വരുകയാണ്. ഒരിക്കൽ ഞാൻ ഉറക്കിൽ കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ ഞാൻ കാണുന്നു ലോകത്തിൻ്റെതായ ഗുരു ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ച എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കിലതാ കടന്നു വന്നുകൊണ്ട് എന്റെ ശരീരത്തിൽ വന്നുകൊണ്ട് തടവുന്നതായിട്ട് അനുഭവപ്പെടുകയാണ്. ഉറക്കിൽ നിന്ന് ഞാൻ ഞെട്ടിയുണർന്ന് നോക്കുമ്പോ എന്റെ തളർവാദം പരിപൂർണമായി ശിഫയായി എന്ന് 160ഓളം പ്രവാചകന്റെ മദ്ഹുകൾ ബുർദ എന്ന ഗ്രന്ഥത്തിലൂടെ തന്നെ ലോകത്തിന് സമ്മാനിച്ചതായ ഇമാം മുഹമ്മദ് ബിൻ ബൂസീരി റഹിമഹുല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിൽ അലക്സാണ്ടറിയുടെ കടലിന്റെ ഓരത്തിൽ ഓളം തെല്ലുന്ന ഖബറിന്റെ ശരീഫിൽ ബഹുമാനപ്പെട്ടവർ കടക്കുന്നു. അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. ആ ബുർദയ്ക്ക് ശറഹ് എഴുതാത്തതാകുന്ന പിൽക്കാലത്തൊരു പണ്ഡിതന്മാരെ കടന്നു വന്നിട്ടില്ല. എല്ലാ ഉലിയാക്കളും എല്ലാ സൂഫിയാക്കളും അതിനെ ശറഹ് എഴുതിപ്പോയി. അത്ര വലിയ മനോഹരമായ കവിതയാണ് ഇന്ന് ഈ സദസ്സിന്റെ ആമുഖത്തിൽ മുത്തഅല്ലിമീങ്ങൾ ചൊല്ലിത്തീർത്തത്. ഇന്നും ലോകത്തുള്ള വിശ്വാസികൾ അവരുടെ നാവുകളിലൂടെ ചലിപ്പിക്കുന്നത്, അവരുടെ അധരങ്ങളിലൂടെ ചൊല്ലിത്തീർക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ആ മനോഹരമായ രോഗശമനത്തിന്റെ കവിതാശകലങ്ങളാണ്. രോഗമുള്ളവരെ, അസുഖമുള്ളവരെ നിയ്യത്ത് വെച്ചുകൊണ്ടൊന്ന് ചൊല്ലി നോക്കണേ. പരിപൂർണമായ ശമനമാണ്, ശമനമാ. ബഹുമാനപ്പെട്ടവർ പാടി അവസാനം അവർ എഴുതുകയാണ്, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. ബഹുമാനപ്പെട്ടവർ എഴുതി വെക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ച് അവസാനമായി എനിക്ക് പറയാനുള്ളത്, അവിടുന്ന് ഒരു മനുഷ്യനാണ്, ഒരു സാദാസീത മനുഷ്യനല്ല, ഒരു ഉന്നതനായ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഇനി അങ്ങോട്ടെങ്ങനെ പറയണം? അതിനപ്പുറം എന്ത് എഴുതണം? ബഹുമാനപ്പെട്ടവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവസാനം പേന എവിടെ വെച്ചു? രാത്രി എങ്ങനെ കടന്നുറങ്ങുമ്പോ അതാ വീണ്ടും കടന്നു വരുന്നു. അറബ് നാട്ടിലെ മാമലകൾ മുഴുവൻ
മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവൻ മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നു, ഇതിന്റെ ബാക്കിയുള്ളതാകുന്ന വരി എന്തെഴുതണമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹിയോട് സങ്കടം പങ്കുവെച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നുൽ ബൂസീരി തങ്ങൾക്ക് ആ പദ്യത്തിന്റെ പൂർത്തീകരണം പറഞ്ഞു കൊടുക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി അത് അല്ലാഹുവിന്റെ റസൂലാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ആ വരികൾ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതനുസരിച്ച് കൊണ്ട് എഴുതി പൂർത്തീകരിച്ചുവെങ്കിൽ എത്ര വലിയ സ്വീകാര്യതയാണ് അല്ലാഹുവിന്റെ റസൂൽ ആ പരിശുദ്ധമായ ബുർദയിലൂടെ കൊടുത്തത്. റസൂലുള്ളാഹിയുടെ മദ്ഹ് ചെല്ലുന്നതിലൂടെ എത്ര വലിയ സന്തോഷമാണ് നബി തങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, എല്ലാ വിപത്തുകളും അല്ലാഹു നിനക്ക് നീക്കാൻ, ഏതെല്ലാം പ്രയാസങ്ങൾ നിനക്കുണ്ടോ അത് മുഴുവനും അല്ലാഹു മാറ്റിത്തരാൻ പരിശുദ്ധമായ പ്രവാചകരുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കണേ. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മശായിഖന്മാരിൽ പ്രമുഖനാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ അന്ത്യവിശ്രമം ചെയ്യുന്നവർ ഇറാഖിന്റെ ഉന്നതമായ ശ്രേണിയിലെ തലസ്ഥാന നഗരിയിൽ ബഗ്ദാദിൽ തലയുയർത്തി നിൽക്കുന്ന മക്ബറയാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മദീനയിലെ മക്ബറ എവിടെയാണ്? ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മക്ബറയും അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ശൈഖാണ്, നേരെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ മക്ബറയോട് ചേർന്ന് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഭാഗത്തായി തന്നെ അടക്കം ചെയ്തിട്ടുള്ള മഹാനായ സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു. അവരുടെ ശൈഖാണ് മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. അത് വലിയ മക്ബറയാണ്, മറ്റൊരു സ്ഥലത്താണ്, ഇറാഖിൽ തന്നെ മറ്റൊരു ഭാഗത്താണ്. അൽഹംദുലില്ലാഹ് അവിടെ പല പ്രാവശ്യവും പോകാൻ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത എല്ലാ വർഷവും പോകുന്നുണ്ട്. ഈ വർഷവും പോകണമെന്ന് നിയ്യത്ത് വെക്കുന്നു. അള്ളാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഉസ്താദുമാരുടെ പരമ്പരയിൽപ്പെട്ട ഏറ്റവും സമുന്നതനായ വ്യക്തിയാണ് ഹിജറ 200 ജീവിച്ച് വഫാത്തായി പോയ മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, മൻ ഹയ്യ ലിഖറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ വജമഅ ഇഖ്വാനൻ. ആരെങ്കിലും പരിശുദ്ധ പ്രവാചകരുടെ മദ്ഹ് കീർത്തനം ആലപിക്കാൻ വേണ്ടി നല്ല ഭക്ഷണം ഒരുക്കി ആളുകളെ അതിലേക്ക് ക്ഷണിച്ചു വരുത്തി, എന്നിട്ടോ നല്ല പുതുവസ്ത്രം ധരിച്ച് നല്ല അത്തർ പൂശി നല്ല ബുഹൂറൊക്കെ പുകച്ചുകൊണ്ടുള്ള മനോഹരമായ സദസ്സ് നടത്തി ആളുകൾ അതിലേക്ക് കൊണ്ടുവന്നു. ആളുകൾ അങ്ങനെ മൗലിദോതി ആ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ച അവസാനം ബറക്കത്തിന്റെ വിഭവങ്ങൾ അങ്ങനെ പങ്കിട്ട് കഴിച്ചു പോകുമ്പോ ജമഅല്ലാഹു മഅൻ നബിയീന, അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത് നാളെ അംബിയ മുർസലീങ്ങളോടൊപ്പമാണ്. വകാന ഫീ അഅലാ ഇല്ലീൻ. ഈ പരിപാടി നടത്തിയതാകുന്ന വ്യക്തി ഏറ്റവും ഉന്നതമാക്കപ്പെട്ട ശ്രേണിയിലുള്ള ഇല്ലീനിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനമായിരിക്കും അവർക്ക് സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. അള്ളാഹു ചെയ്യാനും അതൊക്കെ അതിലൂടെ കൂലി കരഗതമാക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളിതിനൊക്കെ പങ്കിടാം. അതാ ഞാൻ പറഞ്ഞത്, മൗലിദിന്റെ ചീരണി പണ്ടൊക്കെ ഇത് കൊടുക്കുന്ന ആളുകളുണ്ട്, ഇപ്പൊ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങുന്നവരാണ്. ഇറങ്ങി ഇങ്ങനെ പൊതി ഉണ്ടെങ്കിൽ റാഹത്തായിട്ട് ആജിയാര് 3 ഇസ്കിക്കൊണ്ട് പോകും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അതിലൊക്കെ ഭാഗവാക്കാകണം, നിസ്സാര കാര്യമല്ല. ഇതൊക്കെ ഏതെങ്കിലും മൊല്ലമാരുണ്ടാക്കിയ പരിപാടിയാണ്, മുസ്ലിയാക്കന്മാർക്ക് പോക്കത്തി വീർപ്പിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടക്കുന്നതായ വിവരം കെട്ട ആളുകളുണ്ട്. അറിവില്ലാത്തത് കൊണ്ടാണ്. അത്തരക്കാരായ ആളുകളെ ശല്യം കൂടിയപ്പോഴാണ് ഇതൊക്കെ നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നത്, തുറന്നു പറയേണ്ടി വരുമല്ലേ. മുമ്പ് ഇത് സർവ്വസാധാരണമായി നാട്ടിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെ പാടില്ല എന്ന് പറയുന്ന ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ അധികരിച്ചപ്പോൾ അവർക്ക് തിരുത്തി കൊടുക്കണ്ടേ? അത് അലിമീങ്ങളുടേതാകുന്ന അവകാശമല്ലേ, കൃത്യമായി പറഞ്ഞു കൊടുക്കണ്ടേ?
ഇതുണ്ട്, ഇത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം ഈ ഉമ്മത്ത്. ഇതില്ലാതെ പോയാൽ എല്ലാം നശിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ അതിന്റെ തെളിവുകളാണ് തുടക്കം മുതലേ പറഞ്ഞത്. ലോകത്തേക്ക് മുഴുവൻ നിയോഗിക്കപ്പെട്ട എല്ലാ അമ്പിയാക്കളും നിലകൊണ്ട എല്ലാ അമ്പിയാക്കളും അതത് സമൂഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ച ഒരേ ഒരു പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ പ്രവാചകരെ ഇഷ്ക് വെച്ചോളീൻ, അവിടുത്തെ സ്നേഹിച്ചോളീൻ. വല്ലുഹ എന്നുള്ള സൂറത്തിറങ്ങി, വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാ, തങ്ങൾക്ക് നാളെ ഒരു വലിയ തരൽ അല്ലാഹു തരും, അന്ന് തങ്ങൾ വല്ലാതെ സംതൃപ്തിപ്പെടും എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത് ലാ അറല്ലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, അല്ലാഹുവേ ഞാൻ സംതൃപ്തിപ്പെടില്ല. എനിക്ക് സംതൃപ്തി വരണമെങ്കിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ടതാകുന്ന മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കടക്കണം. ഒരാൾ പോലും നരകത്തിൽ കടന്നാൽ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിൽ കടന്നാൽ എനിക്ക് സംതൃപ്തി വരില്ല എന്ന് പറഞ്ഞ ലോകത്ത് ഒരേ ഒരു വ്യക്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ സമുദായത്തോടുള്ള ഏറ്റവും വലിയ കൂറും ഇഷ്ടവും കാണിച്ച ആ പ്രവാചകരെ ഈ സമുദായം എങ്ങനെ ഏറ്റെടുക്കാതിരിക്കും? അതുകൊണ്ട് നബി തങ്ങളെ നല്ലതുപോലെ മഹബത്ത് വെച്ചോളി. ആ നബിയോടുള്ള മഹബത്തിനാൽ ഇവിടെയുള്ളതാകുന്ന ചെറുപ്പക്കാർ, യുവാക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള, ഇതിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഈ മതവിജ്ഞാനവേദി എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. അല്ലാഹുവേ, ആ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ.